ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ അനു വീണ്ടും കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി നെവിൻ ആ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. എന്നൊക്കെ അനു കിച്ചണിൽ കയറിയിട്ടുണ്ടോ, ഈ ഇറങ്ങിപ്പോക്കാണ് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും. അനുവിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു പടത്തലവൻ്റെ ഒരു തലയെടുപ്പൊക്കെ ആയിട്ടാണ് നിൽപ്പ്. പിന്നെ ഒരു വെപ്രാളാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടായിരുന്നത് ചെറുപയർ തോരനാണ്. പിന്നെ മുട്ട പുഴുങ്ങി കഴിക്കാത്തവർക്കെല്ലാം അതൊരു ഫ്രൈ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അനു അത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അനു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ കൊടുത്തോളാം. ഇത് രാവിലെ തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി, ഞാൻ കൊടുത്തോളാം, ഞാൻ ചെയ്തോളാം, ഞാൻ ഇട്ടോളാം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ എല്ലാവരും ചെയ്യാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കണക്ക് പറയാതിരിക്കുക. ഇത് ആരായിട്ട് സമ്മതിക്കൂല കിച്ചണിൽ ചെയ്യാൻ, ഒരു കാര്യമായിട്ട് വിളമ്പാനും സമ്മതിക്കില്ല. എന്നിട്ട് പിന്നീട് ചെന്ന് കരഞ്ഞ് പറയും, ഞാനത് അങ്ങനെ കൊടുത്തതുകൊണ്ടല്ലേ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടല്ലേ. ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ അത് ഉണ്ടാക്കിയ ആൾ മാത്രമല്ല, അതിന് മുറിച്ച് കൊടുത്തവരും സഹായിച്ചവരും ക്ലീൻ ചെയ്തവരൊക്കെ ആ ഭക്ഷണം ഉണ്ടാക്കാൻ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ അനു പറയുന്നുണ്ട്, ആരും തന്നെ സഹായിച്ചിട്ടില്ല, ആകെ അനീഷാണ് സഹായിച്ചതെന്ന്. പക്ഷെ ആദില രാവിലെ നന്നായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തു. ആദില സാബുമാൻ പിന്നെ തേങ്ങ ചെരുകി കൊടുക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് ഉള്ളി മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ചോറിനനുസരിച്ചിട്ടായിരുന്നു തോരൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ സാബുമേനെ പോലത്തെ ആൾക്കാർ അവർ കുറച്ച് ചോറും പ്രോട്ടീൻ അകത്തേക്ക് ചെന്നോട്ടെ എന്ന് വെച്ചിട്ട് അവർ കുറച്ച് കൂടുതലാണ് തോരൻ ചോദിക്കുന്നത്. അപ്പോൾ അനു അത് കൊടുക്കുന്നില്ല, കാരണം ചോറ് ബാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും എടുക്കുന്നവർക്ക് തോരൻ വേണ്ടേ, പച്ചച്ചോറ് വെച്ചിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ അത് ഈക്വലായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ, അതായത് തോരൻ. എന്നിട്ട് ആവശ്യമുള്ളവർ പിന്നെയും ചോറ് എടുക്കുമ്പോൾ ആ എടുത്തത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ കഴിക്കട്ടെ എന്നുള്ളതാണ്. മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, ചോറ് ബാക്കി വന്നാലും അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാറല്ലേ പതിവ് എന്ന്. അപ്പോൾ അനു പറയുന്നത്, ചോറ് അങ്ങനെ ബാക്കിയാക്കുന്നതും ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് ഇവർക്ക് ഭക്ഷണത്തിന് വലിയ ചോയ്സ് ഒന്നുമില്ല. അപ്പോൾ ഉള്ള ആ ഒരു തോരൻ ഒരുപോലെ വീതിക്കുന്നതിന് പകരം അതിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കായാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനുശേഷം ബാക്കി വന്ന തോരൻ വീതിക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നത്, ഞാൻ വിളമ്പിക്കോളാം എന്ന്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എല്ലാം നിനക്ക് തന്നെ വിളമ്പണം എന്ന് ഇത്ര നിർബന്ധം എന്ന് പറഞ്ഞ് പിന്നെ പാത്രത്തിന് പിടിവലിയായി ഒരു സൈഡിൽ നിന്ന് അനുവും ഒരു സൈഡിൽ നിന്ന് ആദിലയും. അവസാനം അനു കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോയി. അനുവിൻ്റെ സ്ഥാനത്ത് നെവിൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. എപ്പോഴും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അനു എന്തിനാണ് ഈ അത്യാഗ്രഹമാണ്, ആർത്തിയാണ്, എന്തിനാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.